ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തൊരു ക്വസ്റ്റ്യനാണിത്. ആ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഫോർ എ ഗ്രൂപ്പ് ഓഫ് 200 കാൻഡിഡേറ്റ്സ് ദ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സ്കോർസ് വെയർ ഫൗണ്ട് ടു ബി 40 and 15. Respectively, later it was discovered that the scores 33 അല്ല 43 and 35 were misread as 34 and 53 respectively. Find the corrected mean and standard deviation corresponding to the corrected type. നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റാസാണ് ഇവിടെ എഴുതിയേക്കുന്നത്. എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? 200 സ്റ്റുഡൻസിൻ്റെ മാർക്ക് ഞാൻ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡിവിഷനും മീനും കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയ മീൻ എന്ന് പറയുന്നത് എന്താ? മീൻ എന്ന് പറയുന്നത് എക്സ് ബാർ എന്ന് പറയുന്നത് ആരാണടെ? സബ്മേഷൻ എക്സ് ബൈ എൻ. സബ്മേഷൻ എക്സ് ആരാണ്? എക്സ് ബാർ ഇൻറ്റു എൻ ആണ് അല്ലേ? അപ്പോൾ സബ്മേഷൻ എക്സ് എന്ന് പറയുന്നത് ആരാണ്? എക്സ് ബാർ ഇൻറ്റു എൻ ആണ്. ഈ എക്സ് ബാർ സബ്മേഷൻ എക്സ് എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ഈ 200 കാൻഡിഡേറ്റ്സിൻ്റെ സ്കോറ് നമ്മൾ ആഡ് ചെയ്തു, അപ്പോഴാണ് എനിക്ക് എക്സ് ബാർ കിട്ടിയത്. പക്ഷേ നമ്മളിവിടെ ആഡ് ചെയ്തപ്പോൾ ഏതോ രണ്ട് സ്റ്റുഡൻസിൻ്റെ മാർക്ക് എന്തായി? നമുക്ക് മിസ്റീഡ് ചെയ്യണേ ഇത്. അപ്പോൾ നമുക്ക് റോങ് സം എന്ന് നൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ റോങ് സം എത്രയാണ് കിട്ടിയത്? മീൻ എന്ന് പറയുന്നത് 40, അതായത് ഈ 200 സ്റ്റുഡൻസിൻ്റെ മാർക്ക് ആഡ് ചെയ്തിട്ട് എന്നു കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് 40 കിട്ടിയത്. 40 ഇതാ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഗിവൺ ഡേറ്റയാണ്. എത്രയാ? 200 ആണ്. ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 8,000 എന്ന് കിട്ടി. അപ്പോൾ അത് റോങ് ആണ്. അത് എന്തുകൊണ്ടാണ് റോങ് ആയത്? അത് റോങ് ആയ കാര്യം, നമ്മൾ ഈ 8,000 എനിക്ക് കിട്ടിയത് 200 സ്റ്റുഡൻസിൻ്റെ മാർക്ക് ആഡ് ചെയ്തപ്പോഴാണ്. അതിൽ 2 കുട്ടികളുടെ മാർക്ക് എന്തായിരുന്നു? റോങ് ആയിരുന്നു. ആരുടെയൊക്കെ? 43യുടെയും 35ൻ്റെയും മാർക്ക്. അതിനെ ഞാൻ എങ്ങനെയാണ് എടുത്തത്? 34 എന്നും 53 എന്നുമാണ് എടുത്തത്. അപ്പോൾ 8,000 നിന്ന് നമ്മൾ 43ക്കും 35നും പകരം മിസ്റീഡ് ചെയ്തത് 34 എന്നും 53 എന്നുമാണ്. ആ 2 മാർക്ക് ഞാൻ എന്ത് ചെയ്തു? ഈ 8,000 നിന്ന് സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ 7,913 എന്നാണ് കിട്ടുന്നത്. ഇനി എനിക്ക് കറക്റ്റ് മാർക്ക് എത്രയായിരുന്നു? ഈ 34നും 53ക്കും വരും. ഈ ആൻസർ ആരാണ്? ബാക്കി 198 സ്റ്റുഡൻസിൻ്റെ മാർക്കിൻ്റെ സമ്മാണിത്. ആ 2 സ്റ്റുഡൻസിൻ്റെ മാർക്ക് ഞാൻ സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ആ മൊത്തത്തിൽ ഉള്ള കറക്റ്റ് സം എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് സമ്മിനെ സബ്മേഷൻ എക്സ് സി എന്ന് ഞാൻ എഴുതുകയാണ്. അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ 7,913ൻ്റെ കൂടെ